ന്യൂസ് ടെൻസിലേക്ക് നമ്മൾ വിശദമായി പോകുന്നു. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണ്. ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചാണ് ഹർജി വിശദമായി പരിശോധിക്കുന്നത്. തിരുവനന്തപുരം സെഷൻസ് കോടതി നേരത്തെ ജാമ്യം നിഷേധിച്ച ഒന്നാമത്തെ ബലാത്സംഗ കേസിൽ ആണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജിയിൽ തീർപ്പാകുന്നതുവരെ അറസ്റ്റ് ചെയ്യുന്നത് തടഞ്ഞുകൊണ്ട് കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. അതിന്റെ സമയപരിധി അവസാനിക്കുകയാണ്. പരാതിക്കാരിയുമായി തനിക്ക് ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത് എന്നും രാഷ്ട്രീയ വൈരാഗ്യമാണ് പരാതിക്ക് പിന്നിൽ എന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാദം. എന്നാൽ ലൈംഗിക അതിക്രമത്തിനും നിർബന്ധിത ഗർഭഛിദ്രത്തിനും MLA മുതിർന്നുവെന്നും ഇതിന് മതിയായ തെളിവുകൾ ഉണ്ട് എന്നുമാണ് പ്രോസിക്യൂഷന്റെ മറുവാദം. കേസ് ഡയറിയും അന്വേഷണ പുരോഗതിയും സംബന്ധിച്ച റിപ്പോർട്ട് പോലീസ് ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അതേസമയം രാഹുലിന് മറ്റൊരു ബലാത്സംഗ കേസിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി നേരത്തെ തന്നെ മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. ഇതിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീലും ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉണ്ട്. ഇന്നത്തെ വാദത്തിന് ശേഷം ഹൈക്കോടതി എന്ത് തീരുമാനിക്കുമെന്നത് രാഷ്ട്രീയമായി രാഹുലിന്റെ ഭാവിക്ക് വളരെ നിർണായകമാകുന്ന ഒന്നാണ്. രാഹുലിനെ അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് ഇന്നത്തെ ദിവസം വളരെ നിർണായകമാകുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം ന്യൂസ് ടെൻസ് ആ വാർത്തയിലേക്കാണ് പോകുന്നത്. എന്താകും കോടതിയിലെ നടപടികൾ എന്നാണ് നമുക്ക് ആദ്യം പരിശോധിക്കേണ്ടത്. ആജ്ഞ രവീന്ദ്രൻ ആണ് അതിന്റെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. ആദ്യം ആജ്ഞയിലേക്ക് പോകുന്നു. ആജ്ഞ, ഇന്ന് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാകുന്ന ഒരു ദിവസമാണ്. 2 ഹർജികളാണ് കോടതിയുടെ മുന്നിൽ ഉള്ളത്. അതിലൊന്ന് ബലാത്സംഗ കേസിൽ ജാമ്യം നിഷേധിക്കപ്പെട്ട പശ്ചാത്തലത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി. അതേസമയം പ്രോസിക്യൂഷൻ മറ്റൊരു കേസിൽ ജാമ്യം അനുവദിച്ചതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി. എന്താണ് കോടതിയിലെ നടപടിക്രമങ്ങൾ, എന്താണ് വിവരങ്ങൾ? രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാകുന്ന ദിവസം. പ്രത്യേകിച്ച് 2 ഹർജികൾ ആണ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉള്ളത്. രാഹുലിനെ അറസ്റ്റ് ചെയ്യരുത് എന്ന് നേരത്തെ തന്നെ കോടതി വ്യക്തമാക്കിയ ഒരു പശ്ചാത്തലം. ആജ്ഞ, ഇന്ന് 2 ഹർജികൾ, 2 സ്വഭാവമുള്ള ഹർജികൾ, എന്നാൽ ഒരേ തരത്തിലുള്ള ഒരേ വിഷയവുമായി ബന്ധപ്പെട്ട ഹർജികൾ. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങളിലേക്ക് കടക്കാൻ പോകുന്നത്? മറ്റു വിവരങ്ങൾ? അഭിലാഷ്, തിരുവനന്തപുരം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം തള്ളിയ സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്ന സാഹചര്യമുണ്ടായി. ഇന്ന് വരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞ നടപടി നിലനിൽക്കുന്നത്. ഇന്ന് വരെയാണ്. ഒരു പക്ഷേ മുൻകൂർ ജാമ്യം തള്ളിയാൽ ഇന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അതിജീവനക്കെതിരെയുള്ള പരാതി വ്യക്തമായി പരിശോധിക്കാതെയാണ് തന്നെ മുൻകൂർ ജാമ്യം തള്ളിയത് എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സെഷൻസ് കോടതിക്കെതിരെ ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണ്. അഡ്വക്കേറ്റ് S. രാജീവാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരാകുന്നത്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ് വിധി പറയുക. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞ നടപടിയാണ് ഇന്ന് അവസാനിക്കുന്നത്. ഒരു പക്ഷേ മുൻകൂർ ജാമ്യം നീട്ടുകയോ അറസ്റ്റ് തടഞ്ഞ നടപടി നീട്ടുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്ന സാഹചര്യമാണ് ഉള്ളതെങ്കിൽ കുറച്ചു കാലം കൂടി രാഹുൽ മാങ്കൂട്ടത്തിന് ആശങ്കയില്ലാതെ കഴിഞ്ഞുകൂടാൻ കഴിയും. അതേസമയം ഇന്ന് മുൻകൂർ ജാമ്യം തള്ളുന്ന ഒരു സാഹചര്യം അറസ്റ്റ് നടപടികളിലേക്ക് പോകാനായിരിക്കും തുടർന്ന് പോലീസ് തയ്യാറെടുക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഈ അറസ്റ്റ് മുൻകൂർ ജാമ്യം പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അതിജീവനക്കെതിരെ നൽകിയിരിക്കുന്ന, അതായത് ഈ പരാതി ഫേക്കാണ്, ഈ പരാതി ഏത് സാഹചര്യത്തിലാണ് ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ അങ്ങനെയായിരുന്നു ഹർജി സമർപ്പിച്ചിരുന്നത്. അത് പരിഗണിക്കാതെയാണ് ഹർജി തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതി നേരിട്ട് ജാമ്യത്തിനായി സമീപിക്കാനുള്ള നീക്കത്തിലായത്. പക്ഷേ സെഷൻസ് കോടതി വഴി ജാമ്യ ഹർജികൾ പരിഗണിക്കണം, മുൻകൂർ ജാമ്യ ഹർജികൾ സെഷൻസ് കോടതി വഴി പരിഗണിക്കണം എന്നുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് തിരുവനന്തപുരം സെഷൻസ് കോടതി സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതേ തുടർന്നാണ് ഹൈക്കോടതിയിലേക്ക് അവിടുന്ന് മുൻകൂർ ജാമ്യം തള്ളുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഹൈക്കോടതിയിലേക്ക് ജാമ്യ ഹർജിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ സമീപിച്ചിരിക്കുന്നത്. ഇന്ന് വരെയാണ് അറസ്റ്റ് നീട്ടുന്ന നടപടി ഉണ്ടായത്, അറസ്റ്റ് തടയുന്ന നടപടി ഉണ്ടായത്. അത് ചിലപ്പോൾ ഒരുപക്ഷെ മുൻകൂർ ജാമ്യം തള്ളുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലേക്ക് പോകേണ്ടി വരും. അതല്ല, മുൻകൂർ ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ കുറച്ചു കാലം കൂടി രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്ത് സ്വതന്ത്രമായി ഇറങ്ങി നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്കായിരിക്കും കോടതി വിധി ഉണ്ടാവുക. യെസ്, അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ദിവസം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം എന്ത് തീരുമാനം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നത് നിർണായകമാകാൻ പോകുന്നത്. ഒരുപക്ഷെ നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രോസിക്യൂഷന്റെ നടപടികളൊക്കെ പരിശോധിക്കുമ്പോൾ ഇതിനു മുമ്പ് ശക്തമായ വാദങ്ങളായിരുന്നു വിചാരണ കോടതിയിൽ അല്ലെങ്കിൽ കീഴ്ക്കോടതിയിലടക്കം ഉയർത്തിയത്. ആ കീഴ്ക്കോടതി ദിവസങ്ങൾ നീണ്ട
വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് ഇതിലൊരു തീരുമാനമെടുത്തത്. ഇതിപ്പോൾ 2 ഹർജികൾ ഏതാണ്ട് ഒരേ സ്വഭാവമാണ് എന്ന് പറയാം. പ്രത്യേകിച്ച് ഈ രാഹുൽ സ്ഥിരം കുറ്റവാളിയാണ് എന്ന് സ്ഥാപിക്കുന്നതിനായിരിക്കും ഇന്നിപ്പോൾ പ്രോസിക്യൂഷൻ ഊന്നൽ നൽകുക. എങ്കിലും ഇതിലിപ്പോൾ ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഒരുപക്ഷെ ഈ വാദം പ്രതിവാദങ്ങൾ ഒരല്പം കൂടിയൊക്കെ നീണ്ടുപോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ ആകുമോ? അതിനുള്ള സാധ്യതയുണ്ട് അഭിലാഷ്. രണ്ടാമത്തെ ഹർജി അതായത് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ ക്രിസ്മസ് വെക്കേഷന് ശേഷം മാറ്റിവെച്ചിട്ടുണ്ട്. കഴിഞ്ഞ കോടതി ചേർന്നപ്പോൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അതായത് സർക്കാർ മുൻകൂർ ജാമ്യം നൽകിയ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥിരം കുറ്റവാളിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ പരിഗണിക്കാനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ബലാത്സംഗത്തിനുള്ള സാധ്യത കാണുന്നില്ല എന്നുള്ള സെഷൻസ് കോടതിയുടെ നിരീക്ഷണം കൂടി മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയെന്ന് സർക്കാരിന്റെ അഭിഭാഷകൻ പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിച്ചിരുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട അപ്പീല് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. ആ അപ്പീല് അവധിക്കാലത്തിന് ശേഷം പരിഗണിക്കുന്നത് കഴിഞ്ഞ തവണ കോടതി പരിഗണിച്ചപ്പോൾ അറിയിച്ചിരുന്നു. ഇപ്പോഴുള്ള ഹർജിയിൽ ജാമ്യ ഹർജി, അതായത് മുൻകൂർ ജാമ്യം തള്ളിയ സെഷൻസ് കോടതി ഉത്തരവിനെതിരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നത്. അത് 2 കേസുകളിൽ നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു കേസാണ് ഇത്. അതിൽ തന്നെ അതിജീവിതയുടെക്കെതിരെയുള്ള പരാതി ഉൾക്കൊണ്ടില്ല, അത് പരാതി പരിഗണിച്ചില്ല എന്നുള്ള വിമർശനമാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഹർജിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിൽ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. ആ ഹർജിയാണ് ഇന്ന് പരിഗണിക്കുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ തന്നെ ഹർജി പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടിയന്തര പ്രാധാന്യമായി ഹർജി പരിഗണിക്കുന്ന നീക്കമൊന്നും കണ്ടില്ല. എന്നിരുന്നാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിർണായകമാണ്. ഒരുപക്ഷെ മുൻകൂർ ജാമ്യം തള്ളുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഹൈക്കോടതി നീങ്ങുന്നതെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് തന്നെ അറസ്റ്റിലാകുന്ന സാഹചര്യത്തിലാണ്. കാരണം പോലീസ് നിരീക്ഷണത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് സുരക്ഷ ഒരുക്കുന്നു എന്നുള്ള തരത്തിലാണെങ്കിൽ പോലും ഏത് സാഹചര്യത്തിലാണ് മുൻകൂർ ജാമ്യം തള്ളുന്നത്, അടിയന്തരമായി രാഹുലിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള നീക്കം തന്നെയായിരിക്കും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മുൻകൂർ ജാമ്യം തള്ളുമോ അതല്ലെങ്കിൽ മുൻകൂർ ജാമ്യം നൽകുമോ എന്നുള്ള കാര്യത്തിൽ കാത്തിരുന്ന് തന്നെ കാണണം. എന്നിരുന്നാലും സാധ്യത മുൻനിർത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതീക്ഷയിലാണ്. മുൻകൂർ ജാമ്യം അനുവദിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്തായാലും അഡ്വക്കേറ്റ് രാജീവാണ് ഈ കേസ് പരിഗണിക്കുന്നത്. ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ് വിധി പറയുക. അഭിലാഷ്, റൈറ്റ്, ഇതാണ് ഏറ്റവും പുതിയ വിശദാംശങ്ങളായി നമുക്ക് ചേർക്കാനുള്ളത്. അവിടെ ആജ്ഞ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ഇന്നത്തെ ജാമ്യ ഹർജിയിന്മേൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് രാഹുലിന് വിപരീതമാകുന്ന ഒരു തീരുമാനമുണ്ടായാൽ ഉടൻ പോലീസ് അറസ്റ്റിലേക്ക് കടക്കും എന്നുള്ളതാണ്. അവിടെയാണ് നമുക്ക് ചില കാര്യങ്ങൾ ഒന്ന് ചേർത്ത് വെച്ച് പോകേണ്ടത്. അതായത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിവാദം ആരംഭിച്ചത് മാസങ്ങൾക്ക് മുമ്പായിരുന്നു. ചില വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നതോടുകൂടിയാണ് രാഹുലിന്റെ പ്രതിച്ഛായ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോഴും പിടിച്ചു നിൽക്കാൻ പറ്റുമായിരുന്നു രാഹുലിന്. കാരണം അവിടെ ഒരു പരാതി ഉണ്ടായിരുന്നില്ല, ആക്ഷേപങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വെളിപ്പെടുത്തലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെയാണ് രാഹുൽ മാങ്കൂട്ടം അതിനെ പ്രതിരോധിച്ചു കൊണ്ട് നിന്നത്. അപ്പോഴും പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ കൈവിടുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. അത് മറ്റ് രാഷ്ട്രീയ സംഘടനകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കോൺഗ്രസ് എടുത്തത് വളരെ ധീരമായ നിലപാട് എന്നത് പറയാതെ വയ്യ. കാരണം മറ്റ് സംഘടനകളിൽ പലരും ഇത്തരം ആക്ഷേപങ്ങൾ നേരിടുക മാത്രമല്ല, FIR രജിസ്റ്റർ ചെയ്യുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ജാമ്യത്തിൽ ഇപ്പോൾ പുറത്തിറങ്ങി നടക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പോലും സംഘടനാപരമായ നടപടിയിലേക്ക് പോയില്ല. ഇവിടെ ഒരു ആക്ഷേപം ഉയർന്ന ഘട്ടത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് നീക്കിയിരുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ നിന്ന് അടക്കം പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടാകുന്ന ഒരു പരാതിയും അതിന് പിന്നാലെ കോടതി നടപടികളും ആരംഭിച്ചപ്പോൾ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കി. അവിടെയാണ്, അതായത് ഈ പരാതിയില്ല എന്ന ആനുകൂല്യത്തിന്റെ പുറത്ത് രാഹുൽ മാങ്കൂട്ടം ഏതാണ്ട് ഒരു 3 മാസം മുഖ്യധാരയിൽ നിന്ന് വിട്ടുനിന്നു. പിന്നീട് ഇങ്ങോട്ട് സജീവമാകുന്ന സാഹചര്യമായിരുന്നു. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയത്ത് അവിടെ പാലക്കാട് കണ്ണാടിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ വ്യാപൃതനായിരിക്കുമ്പോഴാണ് അതിജീവിത പരാതിയുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുന്നു എന്ന സൂചനകൾ പുറത്തു വന്നത്. അങ്ങനെ ആ പരാതി നൽകിയത് നവംബർ 27 ആയിരുന്നു.